Your time starts now. Good morning, class. Welcome to the fire training session. Today we are here to study about different methods to prevent accidents in the refinery. And today's topic of discussion will be fire extinguishers, SOS detectors, and personal protective equipment. എല്ലാ കൊല്ലത്തിനും ട്രെയിൻ തരുന്നു ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ അത് ശരിയാ, പക്ഷേ accidents and incidents come unallowed. So we must be prepared every year and we should know what are the preventive methods we can use to protect ourselves. കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ അപ്പോൾ നമുക്ക് most common hazard കുറിച്ച് പഠിക്കാം. That is fire. Do you know what are the elements required for a fire? അവർക്കറിയാം ഒരു തീപ്പൊരിയും ഫ്യൂവലും ഉണ്ടായ തീ ഉണ്ടാവില്ലേ? അത് മാത്രം മതിയോ? ഓക്സിജൻ കൂടെ വേണ്ടേ? Correct. അപ്പോൾ ഒരു ഫയർ ഉണ്ടാവാൻ എന്തൊക്കെ വേണം? We need 4 elements. That is fuel, oxygen, source and chain reaction. ഇതിന്റെ ആവശ്യമില്ല ഒരു തീ നിർത്തിയാൽ പോലെ തീ കെടുത്തിയാൽ പോരാ, നമുക്ക് ആ ഫയർ extinguish and prevent ചെയ്യാൻ എന്തൊക്കെ വേണം? That is what are the 4 elements. So which one to remove and how to avoid that fire. So talking about avoiding fire, we should know what are the methods we can extinguish fire. So let's learn about a fire extinguisher. ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എന്നാൽ എനിക്കറിയാം. ക്ലിപ്പ് ഊരിട്ട് ഹോസ് പിടിച്ച് ഒരൊറ്റ പൊട്ടി അങ്ങനെ അപ്പൊ തീ കെട്ടോളും. അതൊരു നേരായ വഴിയല്ല. നിങ്ങൾക്കറിയാമോ എങ്ങനെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യുന്നത്? ആരെങ്കിലും തീർക്കില്ല എനിക്ക് ഇതിന്റെ ഡയറക്റ്റ് ഫാൻ്റെ ബേസ് എയിം ചെയ്ത് കീപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് കറക്റ്റ് Correct. ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ട്. That is called the pass method. First we have to pull the pin. Second we have to aim. And third we have to squeeze and sweep. Fourth we have to sweep at the low flame. And we should always take care of the direction of the wind. There are some precautions we must take. We should not show our back to the fire that we have extinguished. So let us take one demo how to extinguish the fire. This is a fire extinguisher. This is the pin. We need to pull. We need to aim, squeeze and sweep in the direction. We learned about fire. So what is the next important hazard that we must know? The next important hazard that we must know about is the H2S that is present in the refinery. We are working in a plant which is prone to H2S. So, ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമോ? അതെ, ഇതൊരു H2S ഡിറ്റക്ടർ ആണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയാമോ? ഇതില്ലാതെ നമുക്ക് ഒരു റിഫൈനറിയിലും പോകാൻ പാടില്ല. Where there is presence of H2S. ഇതിന്റെ ആവശ്യമൊന്നുമില്ല ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ മണത്ത് പിടിച്ചിട്ടുണ്ട് സാർ അത് But every human being has a limitation. Our human senses can only detect H2S up to a certain limit. But these pointers will help us detect H2S present in the environment. And if there is an alarm in the H2S pointer, we must immediately evacuate that place and only return to that place wearing a scarf. Talking about scarf, ഒരു പ്ലാന്റിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റീവ് equipments that is for our personal protection what we should use. Do you know what are those? അത് മാത്രം മതിയോ ഒരു പ്ലാന്റിൽ പോകാൻ? ഗ്ലൗസ് ഇടണം. Correct. അതല്ലാതെ നമുക്ക് ഇയർ പ്രൊട്ടക്ഷൻ ആൻഡ് ഐ പ്രൊട്ടക്ഷനും വേണം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വർക്ക് പെർമിറ്റ് സിസ്റ്റത്തിന്റെ കുറച്ച് പഠിച്ചായിരുന്നു. അത് ഡിസ്കസ് ചെയ്യാൻ കുറച്ചുകൂടി ടോപ്പിക്സ് ഉണ്ടായിരുന്നു. അത് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് പോവാം. പിന്നെ നമുക്ക് കുറെ കൂടി ഫയർ ട്രെയിനിങ് ഗ്രൗണ്ടിങ് ഇത് ട്രെയിനിങ് സെഷൻസ് എടുക്കാം. തീർന്നില്ലേ? പയ്യൻ മുഖമാ. So let's proceed to the fire training.
ശ്രദ്ധിക്കായിരുന്നു. ജസ്റ്റ് മിസ്സിനാണ്. ആദ്യപ്പാനല്ലേ അവനാണ് ഏറ്റവും കളിച്ചില്ലാത്ത സെഞ്ചുറി കാണണം. ഈ ആളുകൾ റാങ്ക് കേൾക്കാൻ ഒടിയാറടി കണ്ടില്ലേ? അത് ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി എന്റെ ആവശ്യമില്ലല്ലോ. ഇന്നലത്തെ സെയിം ബിൽഡിംഗ് തന്നെയല്ലേ? വെൽഡിങ് കംപ്ലീറ്റ് ചെയ്യാനേ ഇത് ഇന്നലെ എഴുതാൻ പറ്റില്ലേ? കുടിക്കുന്ന പോലെ നീ സ്റ്റീമോട്ടൊക്കെ ചെക്ക് ചെയ്തായിരുന്നോ? ഹൈഡ്രോകാർബണൊക്കെ ഓക്കെ അല്ലേ? ചെക്ക് ചെയ്തിരുന്നോ? എടാ ഇന്നോടാ കുഴപ്പമൊന്നുമില്ല. നീ കയ്യിൽ വെച്ചു ശരിക്ക് കാണിക്കാൻ പറഞ്ഞിട്ട് പുതുക്കിട്ടുണ്ട് കേട്ടോ. നീ പോയി വർക്ക് തുടങ്ങിക്കോ. ഇടയ്ക്കൊക്കെ വന്ന് ശല്യം ചെയ്യണ്ട. അറിയില്ലേ മറ്റേ ആരാമ്പൂരം വെള്ളം ആ ന്യൂസ് കേട്ടായിരുന്നു. ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. മഹാ അലമ്പ അവിടെ നിന്ന് ആ കോൺഗ്രസ് ചുറ്റിക്കിന്റെ അവിടെ വെള്ളം വെച്ചിട്ടില്ല. ഒന്ന് ശ്രദ്ധിച്ചോളൂട്ടോ. ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വാട്ടർ ഹൗസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇവിടെ വെച്ചു. എന്റെ ഒരു സേഫ്റ്റി ബ്രീഫിംഗ് കൊടുത്ത് നന്നായി. എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് സേഫ്റ്റി ബ്രീഫിംഗ് കൊടുക്കണം. നിങ്ങൾ ഏത് വർക്ക് ചെയ്യാ? ചേട്ടാ CBD-യുടെ വെൽഡിംഗ് വർക്കിനായിട്ട് വന്നിട്ട്. അപ്പൊ നിങ്ങൾ ഇന്നലെ കറണ്ട് എടുത്തിട്ട് പണി തുടങ്ങിയില്ലേ? ചെയ്യാൻ പറ്റിയില്ല. ആയിട്ട് പറ്റും. ഇന്നലെ ഓഫീസർമാരൊന്നും ചെക്ക് ചെയ്തപ്പോ ഗ്യാസ് മോണിറ്റർ ഉണ്ടാകുന്നില്ല. കാൽക്കുലേറ്റർ അതുകൊണ്ട് ചെയ്യാം. അപ്പൊ ഇന്നലെ കാൽക്കുലേറ്റർ ഗ്യാസ് മോണിറ്റർ ഉണ്ടോ? എടാ നിങ്ങൾക്ക് സേഫ്റ്റി ബ്രീഫിംഗ് കിട്ടിയായിരുന്നു? ഇന്നലെ ഓപ്പറേറ്റർമാര് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ടൂൾ ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എടാ ഏതായാലും നിങ്ങളെ ഫോണിൽ ചെക്ക് ചെയ്യും. അത് എന്നെ വിളിച്ചു പറയാം. ഞാൻ അതിന്റെ വീട്ടിൽ പെർമിറ്റ് മുന്നിലുണ്ടല്ലോ. ഇതേ വർക്ക് നമ്മള് പെർമിറ്റ് പുതുക്കണമെങ്കിൽ എന്നും പുതിയ വർക്ക് ചെയ്യണ മാതിരിയുള്ള പ്രിക്കോഷൻസ് ചെയ്യണം. നിങ്ങൾ അവിടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ചിട്ടില്ലേ? വാട്ടർ റണ്ണിംഗ് വാട്ടർ വെച്ചിട്ടില്ലേ? പിന്നെ ഗ്യാസ് ടിക്കറ്റ് ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് എക്സിറ്റ് എവിടെയാണെന്ന് അറിയാലോ. പിന്നെ അസംബ്ലി പോയിന്റ് ഒക്കെ അറിയാലോ. പിന്നെ വിദ്യാഭ്യാസം അറിയാലോ. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് അറിയിക്കണം. അവിടെ നിന്ന് പണിയുണ്ട്. പിന്നെ കേരള എന്തെങ്കിലും അനൗൺസ്മെന്റ് ചെയ്താൽ അപ്പൊ തന്നെ മെഡിറ്റേറ്റ് ചെയ്തോളൂ കേട്ടോ. ഓപ്പറേറ്റർ കമാൻഡ് ഓൺലൈൻ ചേട്ടാ എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണ്. ഹൈഡ്രോകാർബൺ ലെവൽ 0. H2S കാണിക്കില്ല. ഓക്സിജൻ 20.6. ഇത് വർക്ക് അച്ചീവ് ചെയ്യാം. കണ്ടീഷൻസ് ഓക്കെ ആണ്. ശരി. സേഫ് ആയിട്ട് വർക്ക് ചെയ്യണം. ഓപ്പറേറ്റർ കോണ്ടാക്ട്. എടാ അതെ അത് എൻസാറിൽ വിളിച്ചു പറയണേ. അത് പമ്പ് ചെയ്തു ഞാൻ നേരിടുന്നു. ചേട്ടാ സീൽ ഫെയിലായോ തോന്നുന്നത്. ചെറിയ ഫയർ ഉണ്ട്. പമ്പ് ചെറിയ സിമ്മിക്കല്ലേ. പമ്പ് ചെയ്തോളിയാ. ഓക്കെ ഓക്കെ എടാ നീ ശ്രമിക്കാം. ഓൺലൈൻ ഇതിന് വളരെ സിസ്റ്റംസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇവിടെ ചെറിയ പേരായിരുന്നു. നമ്മുടെ സ്ഥലത്തുണ്ട്. നമ്മളെ പമ്പ് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ അല്ല തീരാനല്ലേ സാറേ അവർ എവിടെയാ Hey!
According to you all, you have stayed calm during the emergency. You have followed the procedures diligently and you have taken control of the situation with bravery and confidence. That is the difference between having knowledge and being prepared. And safety training serves its purpose exactly here. You are educated, you are empowered, and you are engaging. So this is how we can mitigate accidents in our organization. Safety is not about what you know. It is about what you do and how you act when situation goes out of your hands. Always remember, engage your minds, educate yourself,